എല്ലാവർക്കും നമസ്കാരം. റീഗൽ ആക്മി കോളേജിന്റെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഇന്നിവിടെ സയൻസ് ബേസ് ചെയ്ത് കെമിസ്ട്രി ചാപ്റ്ററിന്റെ ഫസ്റ്റ് മൊഡ്യൂളായ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറ്റം, മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും സയൻസ് കുട്ടികളെല്ലാവരും ഓക്കെ ആണല്ലോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്? നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കാണുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഈ മൊഡ്യൂളിൽ നിന്ന് 4 മാർക്ക്, അതായത് 3 അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ഇത് നല്ല വലിയൊരു ഏരിയ ആണ്. പക്ഷെ നമുക്കിത് കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. കുറച്ച് ചെറിയ കണക്കുകളുണ്ട്, ഇതിൽ ഫണ്ടമെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതിന്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ആദ്യം കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്തായാലും കുഞ്ഞു ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് കെമിസ്ട്രി, എന്താണ് ആറ്റംസ്, എന്താണ് മോളിക്യൂൾസ്, ഇതൊക്കെ കുറിച്ച് തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് എന്താണ് ബേസിക് കാര്യങ്ങളൂടെ നമ്മൾ ഇതിലോട്ട് നോക്കുന്നുണ്ട്. നമ്മൾ ഓർമ്മിക്കുക, മൊഡ്യൂൾ ഫസ്റ്റിൽ നിന്ന് ഏകദേശം 4 മാർക്കിനായിരിക്കും നിങ്ങൾക്ക്, ഇതാണ് മൊഡ്യൂൾ ഫസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 4 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്കായിട്ട് എന്താണ് കെമിസ്ട്രി എന്നറിയണം അല്ലെ? എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് സയൻസ് അല്ലെ? നമുക്കത് സയൻസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രിയിൽ എന്താണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ആറ്റംസ് അല്ലെങ്കിൽ മാറ്റേഴ്സിന് അതിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എന്തെന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ ആൻഡ് ദ ചേഞ്ചസ് ഓഫ് അണ്ടർഗോസ്. അപ്പൊ എന്താണ് കെമിസ്ട്രി? കെമിസ്ട്രി ഇസ് ദ സ്റ്റഡി ഓഫ് മാറ്റർ ആൻഡ് അണ്ടർഗോസ് ചേഞ്ചസ് ഓഫ് ഈ മാറ്റേഴ്സിനുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അതിൽ മാത്രം മാറ്റേഴ്സിൽ മാത്രം അടങ്ങിയിരിക്കുന്നില്ല, പിന്നെ ബാക്കി എല്ലാത്തിനും നമുക്ക് കെമിസ്ട്രി വ്യാപിച്ചു കിടക്കുന്നു. ഫിസിക്സിലായിട്ട് കുറച്ച് കെമിസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജിയോളജിയിലുണ്ട്, എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോൾ ബയോളജിയിലുണ്ട്, എല്ലാത്തിലും എടുക്കുമ്പോൾ എന്തുണ്ട് നമുക്ക് കെമിസ്ട്രി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഇതിൽ പറയുന്നത് കുറച്ച് കെമിസ്ട്രിയിൽ ഇന്ന് കാണുന്ന എല്ലാ ഏരിയാസിലും, ഫിസിക്കലായിട്ടുള്ള എല്ലാ ഏരിയാസിലും അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ് വരുന്ന എല്ലാ ഏരിയാസിലും നിന്നുണ്ട് കെമിസ്ട്രി കടന്ന് കയറിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കെമിസ്ട്രിയിൽ വരുന്നത് കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് നോക്കിക്കോളൂ, ഹെൽത്ത് ആൻഡ് മെഡിസിൻ. കെമിസ്ട്രിയിൽ നമ്മൾ വിചാരിക്കും വെറും കെമിസ്ട്രി മാറ്റർ മാത്രമാണ്, പക്ഷെ അങ്ങനെയല്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രി പ്ലേസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്പെക്ട് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതവുമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി കെമിസ്ട്രിക്ക് അതിപ്രധാനമായ പങ്ക് ഉണ്ട്. എന്താണ് നോക്കിയ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് മെഡിസിൻ. നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറ്ററെ കുറിച്ചൊക്കെ പഠനമാണെന്ന് പറഞ്ഞു, പക്ഷെ എന്താണ് ഹെൽത്തും നമ്മുടെ മെഡിസിനും തമ്മിൽ കെമിസ്ട്രിക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് അല്ലെ നോക്കാം നമുക്ക്. ഇതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഹെൽത്തിലും മെഡിസിനും മെയിൻ ആയിട്ടുള്ള റോളുകൾ നമുക്ക് എന്തുണ്ട് കെമിസ്ട്രിയിലുണ്ട്. കാരണം നമുക്കൊരു ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ പരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം എന്താണ് കെമിസ്ട്രി പരമായിട്ട് ഇത്ര അനുപാതത്തിൽ അല്ല ഇന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇന്ന എലമെന്റ് ഒക്കെ ചേർത്തുണ്ടായിരിക്കും അവരെന്തുണ്ടാക്കുക, ക്യാപ്സൂൾസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഹെൽത്തും മെഡിസിനുമായിട്ട് നമുക്ക് അഗാധമായ പ്രാധാന്യം എന്തിനുണ്ട് കെമിസ്ട്രിക്കുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി എന്ത് കെമിസ്ട്രിക്ക് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഹെൽത്ത് ആൻഡ് മെഡിസിൻ എന്ന് വെച്ചാൽ ഹെൽത്തിനും മെഡിസിനുമായിട്ട് നമുക്ക് പ്രാധാന്യമുണ്ട്, ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ എനർജി ആൻഡ് ദ എൻവയോൺമെന്റ്. എന്താണ് എനർജി ആൻഡ് ദ എൻവയോൺമെന്റ്? നമ്മൾ ഇന്ന് കാണുന്ന പരിസ്ഥിതിയുടെ എൻവയോൺമെന്റിൽ നമുക്ക് അറിയാം പലതരത്തിലുള്ള എനർജീസ് ഉണ്ട് അല്ലെ? സൂര്യപ്രകാശം, സണ്ണിന്റെ റേസ് ഉണ്ട്, പിന്നെ അതല്ലേ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന എനർജീസ്, പിന്നെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന എനർജി എന്താ സോളാർ സിസ്റ്റം അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ എല്ലാം കിട്ടണമെങ്കിലും അതിലെന്താണ് കറക്റ്റ് ആയിട്ടുള്ള അനുപാതത്തിൽ നമുക്ക് കൂടി കലർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ എനർജി, എൻവയോൺമെന്റ്. നമ്മളെ സോളാർ എനർജി ആണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള എനർജീസ് ഉണ്ടാക്കുന്നത് അല്ലേ? സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ എന്തുണ്ട് എനർജി ഉണ്ടാക്കുന്നത്, അതെല്ലാം എന്താണ് കെമിക്കൽ പരമായിട്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല സൂര്യപ്രകാശത്തിൽ നിന്ന് എന്തുണ്ടാക്കുന്നേ ആ എനർജി ഉണ്ടാക്കുന്നത്, അതെല്ലാം കെമിക്കലായിട്ട് നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തെന്നുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എനർജി, പല രീതിയിലുള്ള എനർജീസ് നമ്മൾ എന്തുകൊണ്ടുണ്ടാക്കുന്നു. പിന്നെ അതിന് പലത് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളുടെ വിസ്ഫോടന ഫലമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് എനർജി ഉണ്ടാകുന്നു അല്ലെ? അപ്പോഴേ അത് നമുക്ക് എന്താണ് എനർജി ടു എൻവയോൺമെന്റ്. നിങ്ങൾക്കറിയാലോ പല പല ഉൽക്കകളും ചിഹ്നിച്ചത്, അതിൽ നിന്ന് നമുക്ക് എന്താണ് എനർജി ഉണ്ടാകുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം സെക്കൻഡില് നമുക്ക് എനർജി ആൻഡ് എൻവയോൺമെന്റ് കെമിസ്ട്രിയിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ മേജർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി. എങ്ങനെയാണ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി കെമിസ്ട്രിയിൽ വരുന്നത്?
നമുക്കറിയാം ഇന്ന് നാനോ ടെക്നോളജി വളരെയധികം വികാസനം പ്രാപിച്ചിട്ടുണ്ട് അല്ലെ. പോളിത്തീൻ കവറുകൾ ഉണ്ടാക്കുന്നു, അതിന് നമ്മൾ ചെറിയ ടാബ്ലറ്റ്സുകളിലൊക്കെ നമുക്കറിയില്ല വിഴുങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് അറിയാം, പക്ഷെ നമ്മൾ വിഴുങ്ങുമ്പോഴത്തേക്ക് എന്താണ് അത് നമ്മുടെ ദഹിച്ച് പോകാൻ തക്ക ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള നാനോ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടെന്ന് പല മെഡിസിൻസ് ഉണ്ടാക്കുന്നു, പിന്നെ പോളിത്തീൻ കവറുകൾ ഉണ്ടാക്കുന്നു, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും എന്തുണ്ടാക്കുന്നുണ്ട് ഇന്ന് കെമിസ്ട്രിയുടെ മെയിൻ കെമിക്കൽ റിയാക്ഷൻ മുഖേന അല്ലെങ്കിൽ കെമിക്കൽ പരമായിട്ട് ഇന്നുണ്ടാക്കുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്നത്. എന്താണ് മെറ്റീരിയൽസ് ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി എന്ന് പറയുന്നത്. മിക്ക പ്രാവശ്യം നമുക്ക് വരുന്നത് ഇലക്ട്രിസിറ്റി ക്യാരി ദ കോപ്പർ കേബിൾസ് and not prefers conductors. Second, 20% of electrical energy is lost to between the power station and our homes. മനസ്സിലായില്ലേ? ഇന്ന് പല തരത്തിലുള്ള മെറ്റീരിയൽസ് നമുക്ക് പവർ സ്റ്റേഷൻ വഴിയിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീടുകളിൽ ചൂട് പല ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പരമായിട്ട് നമ്മൾ കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് നമ്മുടെ ഫുഡും അഗ്രികൾച്ചറും തമ്മിൽ കെമിസ്ട്രിയിൽ ബന്ധമുണ്ടാവുക? നിങ്ങൾക്കറിയാം ഒരു ഫുഡ് കേടുപാട് കൂടാതെ സൂക്ഷിക്കണം, പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇപ്പൊ നിങ്ങൾക്കറിയാം ഒരു നാരങ്ങ അതിപ്പോ നമ്മൾ എന്താണ് ഉപ്പിലിടാൻ വേണ്ടി, ഉപ്പെന്ന് പറയുന്നത് എന്താണ്, അപ്പൊ അത് ഒരു എലമെന്റ് ആണ് നമ്മുടെ സോഡിയം കാർബൺ, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനെന്താണ് നമുക്ക് ആ ഒരു കെമിക്കലാണ് അല്ലെ, സോഡിയം ക്ലോറിനും ചേർന്നാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് ഉപ്പാണ്, അതാണ് എന്താണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് കേടുപാട് സംഭവിക്കാതെ ഇടുന്നത്. അപ്പോൾ അത് ഫുഡ് തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ അഗ്രികൾച്ചറിൽ എന്താ ബന്ധം, നമ്മൾ ഈ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കീടനാശിനികൾ, ജൈവ വസ്തുക്കൾ അഴുകി ഉണ്ടാവുന്ന, അത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന കെമിക്കൽ പരമായിട്ടുള്ള ഉണ്ടാവുന്ന കീടനാശിനി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ജൈവ കീടനാശിനി. അപ്പൊ അതെല്ലാം എന്താണ് ഫുഡിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ അഗ്രികൾച്ചറിൽ നമ്മൾ എന്താണ് കീടനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ ബന്ധം വരുന്നു, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഇത് ഇത്രയാണ് നമുക്ക് എന്തുള്ളത്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ജീവിതത്തിൽ, നമ്മൾ ഇന്ന് നിൽക്കുന്ന ജീവിതത്തിൽ കെമിസ്ട്രി എന്ത് തരത്തിൽ ഏതിലൊക്കെ കൈകടത്തിയിട്ടുണ്ട്, നമ്മുടെ ഇന്ന് കാണുന്ന ജീവിതത്തിൽ കെമിസ്ട്രി ഏത് തരത്തിലേക്ക് കൈകടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഹെൽത്ത് ആൻഡ് മെഡിസിൻ ഉണ്ട്, എനർജി ആൻഡ് എൻവയോൺമെന്റ്, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ടെക്സ്റ്റ് എല്ലാവരും നോക്കുക, അതിൽ കുറച്ച് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ബ്രീഫാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കെമിസ്ട്രി പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കേണ്ട 2 ലോസ് ആണുള്ളത്. എന്താണ്, കുറെ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾക്ക് ശേഷം കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ പറഞ്ഞാൽ ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്നാണ്. ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്താണ്? ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ അന്റോണിയോ ലാവോസിയർ കേട്ടിട്ടുണ്ട്, അന്റോണിയോ ലാവോസിയർ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹമാണ് എന്ത് ചെയ്തത്, ലാസ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ലോ എഴുതിയത്. എന്താണ് അതിൽ വരുന്നത്, ഇൻ എവരി കെമിക്കൽ റിയാക്ഷൻസ് total masses of all reactants is equal to the masses of all the products. എന്താണ്, നമ്മുടെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാറ്റിന്റെ മൂലകങ്ങളുടെ എല്ലാ മാസുകളുടെ പ്രോഡക്റ്റും രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്മൾ അതെടുക്കുന്ന റിയാക്റ്റൻസും അതിൽ കിട്ടുന്ന ടോട്ടൽ പ്രോഡക്റ്റ് എന്ന രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കെമിക്കൽ റിയാക്റ്റൻസിൽ പങ്കെടുക്കുന്ന മൂലകങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഒരേപോലെ സെയിം ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നതാണ് എന്തെന്ന് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും 4-5 പോയിന്റുകൾ എന്താണ് ആന്റോണിയോ ലാവോസിയർ പഠിച്ചു പറഞ്ഞു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ വിപുലീകരിച്ചിട്ട് എന്തോന്ന് വന്നോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന സംഭവം, ആറ്റംസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞ വേറൊരു ലോ കൂടെ വന്നു. അതെന്ന് വെച്ചാല് അതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാല് നമുക്ക് നോക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ചാല് when 2 elements for more than 1 compounds, the masses of one element is this compound for the fixed mass. The other elements are ratios, small whole numbers. നോക്കിയോ, അത് നമുക്കറിയാം. രണ്ടും നമ്മൾ ടോട്ടൽ ആയിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ കൺസർവേഷൻ ഓഫ് ഇവിടെ 2 നമ്മൾ എന്താണെന്നാണ് എടുത്തത്, കാർബൺ ആറ്റും ഒരു ഓക്സിജനും എടുത്തു. ഇതിൽ നമുക്ക് ഈ കാർബണും ഓക്സിജനും വെച്ചിട്ട് നമുക്ക് 2 ഐറ്റം, ഒന്ന് വെച്ചാൽ ഒരേ കോമ്പൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാർബൺ എന്ന് പറയുന്ന എലമെന്റ് പിന്നെ മൂലകവും പിന്നെ ഓക്സിജൻ എന്ന് പറയുന്ന ഒരു മൂലകവും നമ്മൾ എടുത്തു. ഈ കാർബൺ പ്ലസ് നമ്മൾ ഒരു കാർബൺ ആറ്റും ഒരു ഓക്സിജനും എടുത്തപ്പോൾ നമുക്ക് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി.
മനസ്സിലായി അല്ലെ. CO എന്ന് പറയുമ്പോൾ എന്താണ്? കാർബൺ മോണോക്സൈഡ്. ഒരു കാർബൺ ആറ്റവും ഒരു ഓക്സിജനും കൂടെ എടുത്തപ്പോഴത്തേക്ക് കാർബൺ മോണോക്സൈഡ്. അതിന് നമുക്ക് വരുന്ന റേഷ്യോ എന്ന് വെച്ചാൽ കാർബൺ ആറ്റത്തിന് 1.0000 പ്ലസ് അതിന്റെ ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? 1.3321 എന്ന് പറഞ്ഞു വന്നു. അത് കാർബണിന്റെ ഒരു കാർബണിന്റെയും ഒരു ഓക്സിജന്റെയാണ്. അപ്പൊ നമ്മൾ അത് രണ്ടും സെയിം മൂലകങ്ങളാണ്. അപ്പോൾ ഓരോരോതാണ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തത് എടുത്തത്. അടുത്ത നമ്മൾ എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ ഒരു മൂലകവും പിന്നെ ഓക്സൈഡിന്റെ 2 മൂലകവും നമ്മൾ എടുത്തു. അപ്പൊ എന്താണ്? സെയിം ആണ്. കാർബണിന്റെ എന്താണ്? 1.000. പക്ഷേ ഓക്സിജന്റെ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ഇൻറ്റു അതിന്റെ അതെടുത്തു നമ്മൾ എന്തെങ്കിലും ഇൻറ്റു വരും. അപ്പോൾ നോക്കിയോ, രണ്ടും ഒരേ എലമെന്റ് ആണ്. പക്ഷെ അതിന്റെ ടോട്ടൽ മാസ് എന്താണ്? ഡിഫറെന്റ് വന്നപ്പോൾ നമുക്ക് വേറൊരു എലമെന്റ് ആയിട്ട് മാറി. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആറ്റംസ്. 2 ആറ്റംസ് ഒരേപോലത്തെ ഒരേ വാല്യൂ ഉള്ള, അതായത് ഒരേ ഇതുള്ള വാല്യൂ ഉള്ള 2 ആറ്റംസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒന്നിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഒന്ന് നമുക്ക് എന്ത് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ച കാർബണും ഓക്സിജനും. അപ്പൊ നമ്മൾ കാർബണും ഓക്സിജനും കൂടി ചേർന്ന്, അപ്പൊ നമ്മൾ കാർബണിന്റെ ഒരു ആറ്റവും ഓക്സിജന്റെ ഒരു ആറ്റവും കൂടെ ചേർന്നപ്പോഴത്തേക്ക് കാർബൺ മോണോക്സൈഡ് കിട്ടി അല്ലെ. പക്ഷേ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? കാർബണിന്റെ ഒരു ആറ്റവും ഓക്സിജന്റെ 2 ആറ്റവും നമ്മൾ എടുത്തു. അപ്പോഴത്തേക്ക് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കിട്ടി. പക്ഷെ അതിന് ഫണ്ടമെന്റൽ ആയിട്ട് അതിന്റെ സംഭവങ്ങളെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഒന്നുകൂടെ അഡീഷണൽ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വേറൊരു എലമെന്റ് ആയിട്ട് മാറി. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോഴും നമുക്ക് അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മള് ഇത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയും. വേണ്ട, ഇത് നോക്കിയേ, ഇതൊന്ന് നോക്കിയിട്ട് ആ ടെക്സ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ലോ ഓഫ് ഡാൾട്ടൺ അറ്റോമിക് തിയറി. ജോൺ ഡാൾട്ടനെ പറ്റി കേട്ടിട്ടുണ്ട്. അറ്റോമിക് തിയറി കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അദ്ദേഹം 5 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. അപ്പൊ നമുക്ക് ആദ്യം അറിയണം, നമ്മൾ ആറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ് ആറ്റംസ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്താണ് ആറ്റംസ് എന്ന് പറയണേ? എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അല്ലെ, ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത നാനോ ഏറ്റവും ചെറിയ ഒരു കണികയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. ഇത് ഒന്നോ അതിൽ കൂടുതലോ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത്? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആറ്റംസ് എന്ന് പറയുന്നത്? ഏറ്റവും ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറയണം, നമുക്ക് തിരിച്ചു വരാം അതിലോട്ട്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറിലോട്ട് തിരിച്ചു വരും. അതിൽ ഡാൾട്ടൻ പറയുന്നത് കുറച്ച് അറ്റോമിക് തിയറി ആയിട്ട് കുറച്ച് മാറ്ററിന് ഉണ്ടാകേണ്ട അറ്റോമിക് തിയറി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ 5 സെന്റൻസ് ആണ്. മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റംസ്. ഈ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. നമുക്കറിയാം ആറ്റം ഞാൻ പറയാം ഏറ്റവും ചെറിയ കണികയാണ്. അപ്പൊ അതിന് നമുക്ക് ഒരു ചെറിയ ഞാൻ പറയട്ടെ, ഒരു ചെറിയ ഒരു സാധനം നമുക്ക് പല കഷ്ണങ്ങളായി മുറിച്ച് അതിന് ഏറ്റവും ഒരു ചെറിയ കഷ്ണം അതിനെ പിന്നെ മുറിച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും ചെറിയ ഒരു തട്ട്. പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ചെറിയ കണികയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് ഓൾ ദ ആറ്റംസ് ഓഫ് എ ഗിവൺ കെമിക്കൽ എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ആൻഡ് മാസ് ആൻഡ് ഇൻ അതർ പ്രോപ്പർട്ടീസ്. നമ്മളിപ്പോ ഏറ്റവും വലിയ ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എടുത്താലും ഒരു വലിയ എലമെന്റ് എടുത്താലും ചെറുതെടുത്താലും അത് അതിന്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കും. ഇപ്പൊ ഉപ്പ് തന്നെ എടുത്ത് നോക്കൂ. ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വലിയ ക്വാണ്ടിറ്റി എടുത്ത് ഉപ്പിന്റെ രുചി നമുക്കറിയാം. അതിന്റെ ഏറ്റവും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾ നമ്മൾ നാവിൽ തൊട്ട് വെച്ചാൽ അതിന്റെ എന്തറിയാൻ പറ്റും? നമുക്ക് അതിന്റെ സവിശേഷത നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് ഉപ്പാണെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റും. അപ്പൊ ഏറ്റവും വലിയ കണികകളെ പോലെ തന്നെയാണ് ചെറുതിന് നമുക്ക് അതിന്റെ സവിശേഷതകൾ അറിയാൻ പറ്റും. പിന്നെ ഡിഫറെന്റ് കെമിക്കൽ എലിമെന്റ് ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് ആൻഡ് പർട്ടിക്കുലർ സച്ച് ആറ്റംസ് ഹാവ് ഡിഫറെന്റ് മാസസ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് എടുത്താലും ഓരോ എലമെന്റ്സിന് ഓരോ തരത്തിലുള്ള അറ്റോമിക് മാസസ് ഉണ്ടല്ലേ. അപ്പോഴും അത് തന്നെയായിരിക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ള അറ്റോമിക് മാസ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് വേറൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആറ്റംസ് ആർ ഇൻഡസ്ട്രക്റ്റബിൾ ആൻഡ് റിട്ടേൺ ഓഫ് ദ ഐഡന്റിറ്റി ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ പറഞ്ഞു അത് അതിൻ്റെതായ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നു. ദ ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് ഫ്രം ദ എലമെന്റ്സ് അക്കോസ് ത്രൂ ദ
കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് ലൈക്ക് എലമെന്റ് സ്മാൾ ഹോൾ നമ്പർ ഓഫ് റേഷ്യോ. ഇതിന് പല രീതിയിൽ നമ്മൾ 1:2 അല്ലെങ്കിൽ 2:3 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും എന്ത് നമ്മൾ കെമിക്കൽ റിയാക്ട് പരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ആര് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ആറ്റം തിയറിയിൽ അല്ലെ, ആറ്റം മാതൃകയിൽ അറ്റോമിക് തിയറിയിൽ ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ളത് എന്താണ്, when two elements form more than one compound, the masses of one element is compound for the fixed mass on the other elements are a ratio of സ്മാൾ ഹോൾ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അറ്റോമിക് നമ്പർ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യണേന്ന്. ഓക്കെ, നമുക്കിപ്പോ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇത് തന്നെ എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നോക്ക്, ഓരോരോ മൂലകങ്ങളെടുത്ത് ഓരോ ടൈപ്പ് കിട്ടി. കാർബൺ മോണോക്സൈഡ് രണ്ടും ഒരേ ടൈപ്പാണ്, കാർബണും ഓക്സിജനും. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ ഓരോരോ മൂലകങ്ങളുടെ കിട്ടി. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ രീതിയിലൊക്കെ വന്നു. മറ്റേ അതിനെ ബേസ് ചെയ്താണ് എന്ത് പഠിച്ചത്, നമ്മൾ ആദ്യം പഠിച്ചില്ലേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആറ്റംസ്. അതിനെ ബേസ് ചെയ്താണ് എന്താണ് അറ്റോമിക് തിയറിയിലുള്ള ഓരോ കണ്ടന്റും വന്നിട്ടുള്ളത്. 5 പോയിന്റ്സ് ആയിരുന്നു ജോൺ ഡാൾട്ടന് അത് കണ്ടുപിടിച്ച് നമുക്ക് എന്തോന്ന് അറ്റോമിക് തിയറി എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു ആറ്റം എന്നാൽ എന്ത് അല്ലെ, ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, ആറ്റം ഈസ് എ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എലമെന്റ് ദാറ്റ് റിട്ടേൺ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. ആറ്റം എന്ന് പറയുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. പിന്നെ ഇതിനെ പറയുന്ന ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ, മാറ്ററിന്റെ ബിൽഡിംഗ്സ്, ഏറ്റവും ഒരു മാറ്റർ ഉണ്ടാകുന്ന ബിൽഡിംഗ് ബ്ലോക്സ്, ഏറ്റവും താഴ്ന്ന് ഒരു പദാർത്ഥം ഉണ്ടാവുന്നതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്, ആറ്റംസ്. ആറ്റംസ് കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു, മോളിക്യൂൾസ് ഉണ്ടാവുന്നു. മോളിക്യൂൾസ് എല്ലാം കൂടി ചേർന്ന് ഒരു മാറ്റർ ഫോം ചെയ്യുന്നു. അവിടെ ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ, അതായത് സ്മാളസ്റ്റ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ആറ്റംസ് എന്ന് പറയുന്നത്. ഇതിനെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ആൾസോ നോൺ ആസ് ആറ്റംസ് ആസ് ആൾസോ നോൺ ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദി മാറ്റർ എന്ന് അറിയപ്പെടുന്നു. അടുത്ത മോളിക്യൂൾസ് ഞാൻ പറഞ്ഞു. മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ two or more atoms combines together to form a മോളിക്യൂൾസ്. 2 or 3 ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്, മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും മനസ്സിലായി കാണുമല്ലോ. ഇതിൽ നോക്കിക്കോളൂ, നമ്മൾ ആറ്റം പഠിച്ചു, മോളിക്യൂൾസ് പറഞ്ഞു. ഇത് നോക്കൂ, ഈ മോളിക്യൂൾസിനെ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് എന്നും പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് രണ്ടായിട്ടുണ്ട്. ഇതിലെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ O2 അല്ലെങ്കിൽ Cl2 ഇങ്ങനെ നടക്കില്ല, H2. അതിന്റെ അപ്പുറത്ത് പോകണം നമുക്ക്. ഇങ്ങനെ അത് ക്ലോറിൻ ആറ്റം, 2 ആറ്റം ഡയമീറ്റർ എന്താണ് മോളിക്യൂൾസ്, ഡയ അറ്റോമിക് 2 ആറ്റങ്ങളുള്ള, അതായത് O2 O എന്ന് പറയുന്ന ഓക്സിജനിൽ 2 ആറ്റംസ് അല്ലെ. അപ്പോൾ 2 O + O O2. അപ്പോൾ അങ്ങനെ 2 ക്ലോറിൻ Cl + Cl ഒരേ മൂലകം തന്നെ 2 എണ്ണം. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിനെ പറയുന്ന പേരാണ് ഡയറ്റോമിക് മോളിക്യൂൾസ്. മനസ്സിലായോ എന്താണ് ഡയറ്റോമിക്? നമ്മൾ മോളിക്യൂൾസിനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. എന്താണ് ഡയറ്റോമിക് മോളിക്യൂൾസ് ആൻഡ് പോളി അറ്റോമിക് മോളിക്യൂൾസ്. ഡയറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു മോളിക്യൂൾസ് അല്ലെങ്കിൽ ഒരു എലമെന്റ്, ഒരേപോലത്തെ എലമെന്റ് 2 എണ്ണം കാണും. ഡൈ 2, ഓക്കെ, മോണോ അല്ല ഡൈ എന്ന് പറയും, 2 എണ്ണം കാണും. അതായത് ഇപ്പൊ Cl എന്ന് പറയുന്നത് Cl + Cl ആണെന്ന് തോന്നുന്നു, Cl2, O + O O2. അപ്പോൾ ഇങ്ങനെ ഒരേ എലമെന്റ് 2 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. അതേസമയം പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒരേ മൂലകങ്ങളല്ല, വ്യത്യസ്ത തരത്തിലുള്ള മൂലകങ്ങൾ 2 എണ്ണം കൂടി ചേർന്നതാണ് എന്താണ് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ, H2O വാട്ടർ അല്ലെ, ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും കൂടെ ചേർന്നു. അപ്പോൾ 2 എണ്ണം കൂടി ചേർന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, അടുത്ത സോഡിയം ക്ലോറൈഡ് NaCl, സോഡിയം ക്ലോറൈഡ് എങ്ങനെയാ പറയുന്നത്, സോഡിയത്തിന്റെ 1 ആറ്റവും ക്ലോറിന്റെ 1 ആറ്റവും കൂടെ ചേർന്നാണ് അതൊരു മോളിക്യൂൾ ആയി പോയത്, സോഡിയം ക്ലോറൈഡ് അല്ലെ. സോഡിയം മാത്രമേ എന്താണ്, സോഡിയം മാത്രമേ ഇരിക്കത്തുള്ളൂ, ക്ലോറൈഡും. പക്ഷെ ഈ രണ്ടും കൂടെ ജോയിൻ ചെയ്തപ്പോ എന്തായി, സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് ആയി ഫോം ചെയ്തു. അപ്പോൾ മോളിക്യൂൾസ് ആർ 2 types which are there, diatomic molecules and polyatomic molecules. Diatomic molecules ആണെങ്കിൽ എന്താണ്, ഒന്നിൽ തന്നെ 2 എണ്ണം കാണും, ഒരു എലമെന്റ് 2 ആയിട്ടുള്ളത്. മറ്റേ പോളി അറ്റോമിക് ആണെങ്കിൽ എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അവിടേക്ക് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എലമെന്റ്സ്. Element is a substance that cannot be separated into similar substance by chemical means. നോക്കിക്കോളൂ, എലമെന്റ്സ് നമുക്കറിയാം, ഓരോന്ന് നമ്മളിപ്പം പറഞ്ഞതെല്ലാം എന്താണ്, ഓരോരോ എലമെന്റ്സ് ആണല്ലേ. ഓരോരോ എലമെന്റ്സ് നമ്മുടെ കെമിസ്റ്റുമാർ, അതായത്
കെമിസ്ട്രി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സയന്റിസ്റ്റുമാർക്ക് ഈ സോഡിയം എന്നൊക്കെ പറഞ്ഞ് എഴുതാനൊക്കെ ഭയങ്കര പാടായത് കൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ പ്രതീകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഓരോ സിമ്പിൾസ് വച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളിപ്പം ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓടിയെത്തുന്ന ഓക്സിജൻ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, O2 അല്ലെ എഴുതും. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് പെടുന്ന ക്ലോറിൻ Cl, സോഡിയം Na, അങ്ങനെ പൊട്ടാസ്യം K, ഇങ്ങനെ കുറെ എന്തുണ്ട് സിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. ആ എലമെന്റ്സിനെ എന്ത് ചെയ്തു, ഓരോ പ്രതീകങ്ങൾ ഓരോ സിമ്പിൾസ് കെമിസ്റ്റുമാരെന്ത് ചെയ്തു, അവർക്ക് ആ ഓരോ എലമെന്റ്സിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമുക്ക് ആ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? അലുമിനിയം Al, ആർസനിക് As, ബെറീലിയം Ba, ബിസ്മത്ത് Bi, ബ്രോമിൻ Br, ഫ്ലൂറിൻ F, ഗോൾഡ് എന്ന് നോക്കിയപ്പോൾ എന്തായാലും എല്ലാവരും ഓർഡർ AU. ഗോൾഡ് എന്ന് വെച്ചാൽ എന്താണ്? AU. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീകങ്ങളായിരിക്കും ചോദിക്കുന്നത്, സിമ്പിൾസ്. ഹൈഡ്രജൻ എല്ലാവർക്കും അറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആണ് എന്താ? ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഇങ്ങനെ പോകുന്നില്ലേ. നമുക്ക് 118 മൂലകങ്ങളുണ്ട്. അതിൽ 93 എന്താണ്? നാച്ചുറൽ മൂലകങ്ങളും ബാക്കി എന്താണ്? നമ്മുടെ കെമിസ്റ്റുമാർ ഓരോരോ മൂലകത്തിൽ നിന്ന് വരതിരിച്ചെടുത്തിട്ടുള്ളതാണ്. മനസ്സിലായി? 118 മൂലകങ്ങൾ ഉണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുന്ന എത്ര മൂലകങ്ങളാണ് ഉള്ളത്? 118 എലമെന്റ്സ് നമുക്കുണ്ട്. എത്രയാണ്? 118 എലമെന്റ്സ് മൂലകങ്ങളുണ്ട്. അതിൽ നമുക്ക് 83 നമ്മളെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ്. ബാക്കി വരുന്നത് സയന്റിസ്റ്റുമാര് ഉണ്ടാക്കി ന്യൂക്ലിയർ ഫ്യൂഷൻസ് മുഖേനയും എല്ലാം ഉണ്ടാക്കി 2 3 ഫ്യൂഷൻ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എത്ര മൂലകങ്ങൾ ഉണ്ടെന്ന് പറയും? 118 മൂലകങ്ങൾ. 118 മൂലകങ്ങളാണ്. ഫസ്റ്റ് എലമെന്റ് ആണ് എന്തോന്ന്? ഹൈഡ്രജൻ. അവസാനം ആർസനിക്, ആന്റിമണി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതില് 83 നാച്ചുറൽ ആയിട്ടുള്ളതും ബാക്കി സയന്റിസ്റ്റുമാര് അതുപോലെ നമ്മുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ മുഖേനയൊക്കെ വന്നിട്ടുള്ള മൂലകങ്ങൾ. അങ്ങനെ 118 മൂലകങ്ങളുണ്ട്. ഈ ഓരോ മൂലകത്തിനും നമുക്കറിയാം പീരിയോഡിക് ടേബിൾ എടുക്കാം. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ആയതാൽ ലെഫ്റ്റ് സൈഡ് എന്താ? ഹൈഡ്രജൻ. അടുത്ത് ഹീലിയം, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, ഇങ്ങനെ 118 മൂലകങ്ങൾ നമുക്ക് ഉണ്ട്. അതിന് ഓരോന്നിനും ഓരോ ക്രമം. ആദ്യം ഹൈഡ്രജൻ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ എന്താ? 1. ഹീലിയം 2. ഇങ്ങനെ നമ്മൾ പഠിച്ച് 118 മൂലകങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ചിലവർക്കൊക്കെ അറിയാമായിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് കുറെ പ്രതീകങ്ങൾ ആരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു? സയന്റിസ്റ്റുമാര്, കെമിസ്റ്റുമാര് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പ്രതീകങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഇപ്പൊ കുറച്ച് വായിച്ചില്ലേ. ഓക്സിജൻ എന്ന് വെച്ചാൽ എന്താ? O. പിന്നെ ഫോസ്ഫറസ് P, പ്ലാറ്റിനം Pt, പൊട്ടാസ്യം. നമ്മൾ വിചാരിക്കും പൊട്ടാസ്യം എന്ന് കേൾക്കുമ്പോൾ P എന്നായിരിക്കും. അല്ല, പൊട്ടാസ്യം K, പൊട്ടാസ്യം K. സോഡിയം എന്നായിരിക്കും S എന്ന് വിചാരിച്ചല്ല, Na, സോഡിയം Na. അപ്പോഴങ്ങനെ സിലിക്കൺ Si. ഗോൾഡിന്റെ എന്താ? Au. മറക്കരുത്, ഗോൾഡ് Au. പ്ലാറ്റിനം Pt. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പ്രതീകങ്ങളൊക്കെ എന്തുണ്ട്? കാൽസ്യം Ca, കാർബൺ C. പിന്നെ നമ്മൾ ഗോൾഡ് പഠിച്ചു Au. അപ്പോൾ സിൽവർ പഠിക്കണ്ടേ? Ag. പെട്ടെന്ന് പഠിച്ചോ. ഏതാ? ഗോൾഡ് Au, സിൽവർ Ag. പിന്നെ സൾഫർ S, പിന്നെ സിങ്ക് Zn, സിങ്ക്. അങ്ങനെ കുറച്ച് നൈട്രജൻ Na, മെഗ്നീഷ്യം Mg, മാംഗനീസ് Mn. രണ്ടും തെറ്റും. മെഗ്നീഷ്യം Mg, മാംഗനീസ് Mn. അങ്ങനെ കുറച്ച് പ്രതീകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രതീകങ്ങൾ വച്ചിട്ടുള്ളത്? ഈ കെമിക്കൽ ഫോർമുലാസ് കോമ്പോസിഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് എഴുതാം. നമുക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കി ഈ പ്രതീകങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഹൈഡ്രജൻ എന്ന് ഫുൾ എഴുതിയിട്ട് പ്ലസ് ഇട്ടിട്ട് ഓക്സിജൻ എഴുതിയിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ഹൈഡ്രോക്സൈഡ് എന്ന് എഴുതണ്ടേ? അപ്പോഴ് അതിന് പകരമായിട്ടാണ് എന്താണ്? ഹൈഡ്രജൻ H+, ഓട്ടോ ഗിയസ് H2O. അവിടെ തീർന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചത് എന്താണ്? ഓരോ കെമിക്കൽ എലമെന്റ്സിന്റെ കോമ്പോസിഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവര് കെമിക്കൽ പ്രതീകങ്ങൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ പഠിക്കാനുള്ളത് വാട്ട് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിക്കാണ്ട്, വാട്ട് ഈസ് ആറ്റംസ് നമ്മൾ പഠിച്ചു, വാട്ട് ഈസ് മോളിക്യൂൾസ് നമ്മൾ പഠിച്ചു. പിന്നെ സോഡിയത്തിന്റെ സിമ്പൽ എന്താ? Na. അപ്പോഴ് അതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പം പ്രതീകങ്ങളായിരിക്കാം കേൾക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു? മോളിക്യൂൾസ് പഠിച്ചു. ഡയാമെറ്റിക് മോളിക്യൂൾസ്, പോളി അറ്റോമിക് മോളിക്യൂൾസ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഈ പ്രതീകങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ, ശരി. നമുക്കിത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്ന സംഭവമാണ് SI യൂണിറ്റ്. എല്ലാ കാര്യങ്ങൾക്കും എന്ന് വെച്ചാൽ ഒരു മാസം നമ്മുടെ പ്രകൃതി കാണാൻ എല്ലാ വസ്തുക്കളും അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാലോ, നമ്മൾ ഇന്ന് കാണുന്ന സമയത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താ? ടൈമിൻ്റെത്
സെക്കൻഡ് അല്ലെ, അതെ തന്നെ സെക്കൻഡ്. പിന്നെ അടുത്ത ലെന്ത് മീറ്റർ, പിന്നെ മാസ് കിലോഗ്രാം, ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ പറയും ടെമ്പറേച്ചർ. ഓക്കെ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, അത് ലുമിനസ് ഇന്റൻസിറ്റി കേൻഡല. ഇതൊക്കെ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് SI യൂണിറ്റ്സ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാ? ലെന്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ SI യൂണിറ്റ് എന്താ? ലെന്തിന്റെ മീറ്റർ. മാസിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ മാസ്, അതിന്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം. ഇത്ര കിലോഗ്രാം അല്ലെ, അങ്ങനെ അപ്പോൾ മാസിന് വരുന്നു. പിന്നെ ടൈമിന് നമ്മൾ എന്താ പറയാ, എത്ര സെക്കൻഡ് ആയി, എത്ര മിനിറ്റ്, അപ്പൊ സെക്കൻഡ്, അതിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ അതിന്റെ സിമ്പൽ നമ്മൾ പഠിക്കണം അല്ലെ. നിങ്ങളിപ്പോ ടൈമിന്റെ സിമ്പൽ സെക്കൻഡ്, അതിന്റെ സിമ്പൽ ഓഫ് SI യൂണിറ്റ് എന്താ പറയാ? സെക്കൻഡ് S. ലെന്ത് മീറ്റർ M, മാസ് കിലോഗ്രാം kg. അപ്പൊ അതേപോലെ ഇലക്ട്രിക്കൽ കറന്റ് അത് പഠിക്കുക, ആംപിയർ. ഇലക്ട്രിക്കൽ കറന്റ് നമ്മൾ ഏത് യൂണിറ്റ് ആണ് പറയുന്നത്? ആംപിയർ അല്ലെ, ആംപിയർ A എന്നാണ് പറയുന്നത്, A. ഓക്കെ, അടുത്ത് പറയുന്ന ടെമ്പറേച്ചർ. കെൽവിൻ സ്കെയിലാണ് നമുക്ക് ടെമ്പറേച്ചർ, ഊഷ്മാവ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ടെമ്പറേച്ചർ K, കെൽവിൻ K ആണ് അതിന്റെ യൂണിറ്റിന്റെ പ്രതീകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണോ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കറിയാം ഇത് ഓരോ SI ഉണ്ട്. ഇതേപോലെ ഇതിൽ കൂടുതൽ വന്നാൽ നമ്മൾ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, പിന്നെ ടെട്രാ, ജിഗ, മെഗാ, കിലോ. പിന്നെ ഇതൊക്കെ എന്താണ്? പ്രൊഫിക്സ് ആണ്. ഇപ്പോ ഒരു ജിഗാബൈറ്റ് നമുക്കറിയാം ബൈറ്റ് എന്നുള്ള, അപ്പൊ അതിന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെഗാബൈറ്റ്, ഇത്ര ബൈറ്റ്. അപ്പോൾ ആ ഒരു ബൈറ്റിന്റെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രൊഫിക്സ് സിമ്പലൂടെ, പ്രൊഫിക്സ് സഫിക്സ് നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? പ്രൊഫിക്സ് ആണ് അല്ലെ. പ്രിഫിക്സസ് ഏതൊക്കെയാണ്? അപ്പോൾ വരുന്ന പ്രൊഫിക്സസ് ഏതൊക്കെയാണ്? ടെട്രാ, ജിഗ, മെഗാ, കിലോ, ഹെട്രാ, ഡിക്ക, ഡിസി, സെന്റി, മില്ലി, മൈക്രോ, നാനോ, പിക്കോ. നമുക്ക് ഈ 10⁻⁴ എന്ന് പറയുന്നത് നോർമൽ എന്ന് വെച്ചാൽ ഒരു സ്കെയില് 10⁻⁴. ഈ 10⁻⁴ നമ്മൾ DK എന്ന് പറയും. 10⁻⁴ നമ്മൾ എന്താണ്? ഡീക്കാ മീറ്റർ എന്ന് പറയും. എന്താണ്? 10⁻⁴ അല്ലെ. 10⁻⁻1 എന്ന് പറഞ്ഞാൽ ഡീക്കാ മീറ്റർ എന്ന് നമ്മൾ പറയാം. അതിനെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 1.0 × 10⁻⁴ മീറ്റർ. അതായത് ഒരു മീറ്റർ നമ്മൾ DK എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കണക്കാക്കുന്നത്? 10⁻⁴ ആണ്. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് ഒരു DK എന്ന് പറയുമ്പോൾ നമുക്ക് 1.0 × 10⁻⁴ മീറ്റർ. ഇതിനാണ് എന്താന്ന് പറയുന്നത്? ഒരു DK എന്ന് പറയുന്നത്. അത് 10⁻⁴ എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഹെക്ടാ വരും. അതെന്ന് പറയുമ്പോൾ എന്താ പറയുക? ഹെക്ടാ എന്ന് പറയുമ്പോൾ 1.0 × 10⁻⁴ മീറ്റർ. ഇതിനാണ് എന്താ പറയുന്നത്? ഹെക്ടാ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ എന്താണ്? മെഗാ വരും. അപ്പോൾ അതങ്ങനെ പറയാം 1.0 × 10⁻³ മെഗാ 3 മീറ്റർ. അപ്പൊ അങ്ങനെ, അതായത് 10ന് 1 പോണത് മുകളിലോട്ട് ഡെക്ക ആണെന്തോന്ന്, DK ആണെന്തോന്ന് പറയുന്നത് 10⁻⁴. അപ്പോൾ മുകളിലോട്ട് പോണ ഹെക്ടാ, കിലോ, മെഗാ, ജീഗ, ടെറ. ടെറ എന്ന് പറയുമ്പോൾ ഹൈയസ്റ്റ് ആണ്, 10⁻12 ആണ്. 10ന്റെ എത്ര? 12 മടങ്ങാണ്. 10⁻⁴ എന്ന് പറയുന്നത് 10 × 10, വെറും 10 ആണ് 10⁻⁴ എന്ന് പറയുന്നത്. 10⁻² എന്ന് പറയുന്നത് 10 × 10. അപ്പോൾ ആ 10ന്റെ 2 മടങ്ങ്. അതേപോലെ ഏറ്റവും ജിഗ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് 10⁻⁹ ആണെന്തോന്ന് പറഞ്ഞാൽ ജിഗ എന്ന് പറയുന്നത്. ജിഗ എന്ന് വെച്ചാൽ 10 × 10 × 10 × 9 വരാം. അതേപോലെ ഹെക്ടാ എന്ന് പറയുമ്പം ടെറ എന്ന് പറയുമ്പോൾ 10⁻12 ആണ്. ഏറ്റവും ഹൈയസ്റ്റ് ആണെന്ന് തോന്നുന്നു ടെറാമീറ്റർ. അതങ്ങനെ നമ്മൾ എഴുതും 1.0 × 10⁻12 മീറ്റർ. ഇതിനെയാണ് ടെറാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 10ന് മുകളിലോട്ട്. അത് 10നോട്ട് മൈനസ് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ 10⁻⁻1. അത് ഡെസിമല്, സെന്റി, മില്ലി, നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻9. 10നെ അങ്ങോട്ടും കുറഞ്ഞ് നാനോ അല്ലെ. അപ്പോൾ അതൊക്കെ എന്താണ്? മൈനസ് വന്നാൽ താഴോട്ട് വരും, 10 താഴോട്ട് വരും. മുകളിലോട്ട് പോണേണ് ഹെക്ടാ, ടെറ, ജിഗാബൈറ്റ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രഫിക്സ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സിമ്പിൾസ്, പ്രിഫിക്സ്. നമ്മൾ നേരത്തെ SI യൂണിറ്റിന്റെ നോർമൽ പറഞ്ഞു. ഇത് പ്രഫിക്സ് അനുസരിച്ച് സിമ്പിൾസിന്റെ പ്രതീകങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. മീനിങ്, സിമ്പല്. ടെട്രാ എന്ന് വെച്ചാൽ T, അതിന്റെ സിമ്പല്. ജിഗ എന്ന് വെച്ചാൽ G, മെഗാ M, കിലോ K ആണ്, ഹെക്ടാ H, DK DA. അടുത്ത് നാനോ എന്ന് പറയുമ്പോൾ എന്താണ്? N വരും. ഓക്കെ, മൈക്രോ എന്ന് പറയുമ്പോൾ മീ ഉണ്ടല്ലോ, മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കാണിക്കില്ല, 1 എഴുതിട്ട് ഒരു പരിക്കൊടി വരും പോലത്തെ ആ സംഭവമാണ് എന്തോന്ന് പറയുന്നത്? മൈക്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്തോന്ന് മോളിക്യൂൾസിൽ നമ്മുടെ പ്രതീകങ്ങൾ SI യൂണിറ്റ്സ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, പിന്നെ നിങ്ങൾക്ക് ചോദിക്കും ചിലപ്പോ എന്താണ് അവഗാഡ്രോ സംഖ്യ എന്ന് ചോദിക്കും കേട്ടോ.
നമ്മളിപ്പോ പഠിച്ചു, എന്താ പഠിച്ചു? സിമ്പിൾസ് പഠിച്ചു, അതിന്റെ യൂണിറ്റ് പഠിച്ചു, SI യൂണിറ്റ് പഠിച്ചു, ലെന്തിന്റെ എന്താണ് മീറ്റർ, ടൈം, സെക്കൻഡ്, മാസ്, അങ്ങനെ കുറെ ഉണ്ട്. ടെക്സ്റ്റിൽ നോക്കി പഠിച്ചേക്കണം. പ്രൊഫിക്സ് നമ്മൾ പഠിച്ചു, ടെട്രാ, ഹെക്സാ, മെഗാ, സെന്റി, കിലോ ഒക്കെ പഠിച്ചു. അടുത്ത് നമുക്ക് അവഗാഡ്രോ. എന്താണ് അവഗാഡ്രോ? നമുക്ക് അവഗാഡ്രോ നമുക്ക് ഇത് കാണാതെ പഠിച്ചേക്കണം. നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴത്തേക്കും ഒരു അവഗാഡ്രോ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? 6.022 into 10⁻23. എന്താണ് അവഗാഡ്രോ സംഖ്യ? അവഗാഡ്രോ നോക്കുമ്പോൾ എവിടെ ആയാലും കണ്ണടച്ച് വെച്ച് ഇത് എഴുതിയേക്കണം. എന്താണ്? 6.022 into 10⁻23. അപ്പൊ അതായത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ, ഇപ്പൊ ഒരു ഓക്സിജൻ ആറ്റം ആണെങ്കിൽ അതിന്റെ ഒരു മോളിക്യൂൾസിലാണ് ഇതെന്ന് പറയപ്പെടുന്നത്. 6.022 into 10⁻23. നോക്കി, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ടോ? ഒരു മോളിക്യൂൾ ഓക്സിജന്റെ ഒരു മോളിക്യൂൾ അടങ്ങിയ ആറ്റത്തിലുള്ള അതിന്റെ അവഗാഡ്രോ വെച്ചിട്ട് നമ്മൾ എഴുതണേ ഒരു മോളിക്യൂൾസ്. ഓക്കെ, റൈറ്റ്. 1 into അവഗാഡ്രോ സംഖ്യ ഏതാ? 6.022 into 10⁻23. ഓക്കെ, റൈറ്റ്. ഇത് 1. ഇതിന്റെ പകുതി എന്താ? 1ന്റെ പകുതി 0.5. അപ്പൊ 0.5 മോളിക്യൂൾസ് പ്ലസ് O2 ആകുമ്പോൾ എന്താണ്? 0.5 into അവഗാഡ്രോ എത്രയാ? 6.022 into 10⁻23. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെല്ലാം ഇൻറ്റു ചെയ്തിട്ട് വരാം. നമുക്ക് എന്ത് കിട്ടും? 3.011 into 10⁻23 എന്ന് പറഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവഗാഡ്രോ സംഖ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാന്ന് വെച്ചാല് അത് ഓക്കെ അല്ലേ? പിന്നെ നമുക്കുള്ളത് ഇപ്പോ വേറെ ഒരു സംഖ്യ ഇവിടെ പറഞ്ഞുതരാം. 0.1 ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെയാണ് ഒരു ആറ്റത്തിന്റെ മോളിക്യൂൾസ് എന്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അതിന്റെ മോളാർ മാസ് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. എന്താണ് മോളാർ മാസ്? അതായത് ഒരു മോളിക്യൂൾസിലുണ്ട് അവഗാഡ്രോ സംഖ്യ വെച്ച് നമ്മൾ ഒരു മോളിക്യൂൾസിന്റെ മോളാർ മാസ് കണ്ടുപിടിച്ചു. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒന്നിന്റെ അറ്റോമിക് മാസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് അറ്റോമിക് മാസ് എങ്ങനെയാണ്, അറ്റോമിക് നമ്പർ എങ്ങനെയാണ്, മാസ് നമ്പർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഇത് തന്നിട്ട് പറയണം അതിന്റെ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതിന്റെ അറ്റോമിക് നമ്പർ പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അറ്റോമിക് മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മാസ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പീരിയോഡിക് ടേബിൾ നമ്മൾ ഓരോന്നിനെ ഓരോ ക്രമത്തിലാണ് അടുക്കി വെച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ 1, ഹൈഡ്രജൻ, ഹീലിയം 2, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇങ്ങനെ ഓരോന്ന് ക്രമമായിട്ട് അടുക്കിച്ചു. അപ്പൊ അത് നമ്പറാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വയ്ക്കണം. ഇപ്പൊ ഞാൻ അതിൽ വെച്ചിട്ട് ഒരു കണക്ക് എങ്ങനെയാണ് നമുക്ക് അതിലായിട്ട് അറ്റോമിക് മാസ് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തണേന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയോ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു അറ്റോമിക് മോളിക്കുലർ മാസ് വന്നിട്ട് നമുക്ക് ഒരു അറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചോ. ഇവിടെ നോക്കിയോ, NH3 എന്ന് പറയുന്ന അമോണിയ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇതിൽ നമുക്ക് മോളിക്യൂൾസിന്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ആദ്യം എന്തറിയുക, ഇതിന്റെ അറ്റോമിക് നമ്പർ എന്താണെന്ന് അറിയണം. NH3 എന്ന് വെച്ചാൽ എന്താ? അമോണിയ അല്ലേ? NH3 എന്ന് വെച്ചാൽ എന്താ? അമോണിയ. ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും ചേർന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? അമോണിയ. NH3 എന്ന് വെച്ചാൽ എന്താ? അമോണിയ. അതിലെന്താണ്? ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും ചേർന്നാണ് എന്തോന്നുണ്ടായിട്ടുള്ളത്? അമോണിയം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ അമോണിയനെ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് ഒരു ഫോർമുല, മാസ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിക്കോളൂ, നൈട്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഫസ്റ്റ് അറിയുക. അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 14 നൈട്രജൻ. ഹൈഡ്രജൻ, ഹീലിയം എന്ന് പറഞ്ഞ പോലെ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 14. നമ്മൾ 14 എഴുതി. അത് അതിന്റെ തൊട്ട് അപ്പുറത്ത് കിടക്കുന്ന ഹൈഡ്രജൻ ആറ്റമാണ്. നമുക്കറിയാം ഒരു എലമെന്റിന്റെ ഫസ്റ്റ് എലമെന്റ് ആണെന്ന് തോന്നുന്നു ഹൈഡ്രജൻ. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും ഫസ്റ്റ് ഹൈഡ്രജൻ 1. അപ്പൊ ഇവിടെ നോക്കിയോ, ഇതില് 3 ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നൈട്രജന്റെ അറ്റോമിക് നമ്പർ എഴുതി പ്ലസ് നമുക്ക് എന്താണ് ഇതിന്റെ മൊത്തത്തിൽ ടോട്ടൽ മാസ് നമ്പർ കാണണം അല്ലെ? അപ്പൊ നമ്മൾ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? നൈട്രജന്റെ അറ്റോമിക് നമുക്ക് അറിയാം എന്താ? 14. അത് നമ്മൾ പ്ലസ് ഇട്ടു, മാസ് നമ്പർ കാണാനാണ്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ 1 ആണ്. നമ്മൾ അപ്പൊ നോക്കുക, ഹൈഡ്രജൻ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം ഉണ്ട്. അപ്പോഴ് 3 into 1, 3 ആറ്റമുള്ള ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ 3 ഇതിനെ 14 പ്ലസ് 3 into 1 3 ഈക്വൽ ടു 14 പ്ലസ് 3 എന്താ? 40 പ്ലസ് 3 70. ഇതിനെയാണെന്ന് പറഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ സോഡിയം ക്ലോറൈഡ് നമുക്ക് കാണാം. എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അറ്റോമിക് നമ്പർ, ഇതേപോലെ ഒരു അറ്റോമിക് നമ്പർ അറിഞ്ഞിരുന്ന ഇപ്പൊ നോക്കിയോ, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം, ഒരു എലമെന്റ്, അതിന്റെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 33 ആണ്.
ഓക്കെ, അറ്റോമിക് നമ്പർ എന്താണ്? സോറി 33 അല്ല, സോറി 23 ആണ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താ? 23. ഈ 23 പ്ലസ് ക്ലോറിന്റെ വെച്ചാൽ 35.5 ആണ്. 35.45 സംതിങ് ആണ്. അപ്പൊ നമ്മൾ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 35.5 ആവും. അപ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോഡിയം ക്ലോറൈഡിന്റെ അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ സോഡിയത്തിന് 23 പ്ലസ് അടുത്ത് 35.5. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡിന്റെ അറ്റോമിക് മാസ് 58.5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യുക? ഇതെല്ലാം ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഇതെല്ലാം ടെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഉണ്ട് അതിൽ. ഇത് വലിയ ഒരു ഏരിയ ആയിട്ട് കുറച്ച് പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ അറ്റോമിക് നമ്പർ മനസ്സിലാക്കുക, പിന്നെ മാസ് നമ്പർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുക. പെട്ടെന്ന് എഴുതിയാൽ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും. കണക്ക് ആ ടെക്സ്റ്റിൽ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വരെ പഠിച്ച ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. എന്തൊക്കെയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ ലൈഫിൽ നമ്മുടെ കെമിസ്ട്രി ഏതൊക്കെ തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഹെൽത്ത് ആൻഡ് മെഡിസിൻ, എനർജി, എൻവയോൺമെന്റൽ, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ നമ്മൾ പഠിച്ചെന്താ? ലാ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അടുത്ത ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എലമെന്റ്സ്. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? കാർബൺ മോളിക്യൂൾ. അതായത് ഇതിന് വന്നിട്ട് നമുക്ക് എന്താണ്? ആറ്റോമിക് തിയറി നമ്മൾ പഠിച്ചല്ലേ? ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി നമ്മൾ പഠിച്ചു. ആറ്റോമിക് തിയറിയിൽ എന്താണ് നമ്മൾ പഠിച്ചതുപോലെ തുല്യ മൂലകങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിൽ കടന്നുമ്പോൾ വേറൊരു സംയുക്തമായിട്ട് എലമെന്റ് ആയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതെന്താ അടിസ്ഥാനത്തിലാണ്? ലാ ഓഫ് കൺസർവേഷന്റെ അടിസ്ഥാനത്തിലാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറി വന്നിട്ടുള്ളത്. അതിന് 5 പോയിന്റ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ആറ്റംസ്, മോളിക്യൂൾസ്. എന്താണ് ആറ്റംസ്, എന്താണ് മോളിക്യൂൾസ്? എന്താണ് ആറ്റംസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ സ്മാളസ്റ്റ് കണിക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്നും പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നും പറയാൻ പറ്റും. ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ എലമെന്റ്സ് തന്നെ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടായെങ്കിൽ അതിനെ ഡയാറ്റോമിക് എന്നും, വ്യത്യസ്ത തരത്തിലുള്ള മൂലകങ്ങളാണ് എങ്കിൽ അതിനെ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നും പറയപ്പെടുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് എലമെന്റ്സ്, അതിന്റെ സിമ്പിൾസും യൂണിറ്റ്സും ആണ്. ഓരോ എലമെന്റിന് എന്താണ് കെമിസ്ട്രിക്കാർ അതിന്റെ കോമ്പോസിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ഓരോ പ്രതീകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രതീകങ്ങൾ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഓരോ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കും അങ്ങനെ പ്രതീകങ്ങളുണ്ട്. അതിന്റെ SI യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നിനും നമ്മൾ കാരണം ലെന്തിന്റെ SI യൂണിറ്റ് എന്താണ്? ഇവിടെ എഴുതിച്ചിട്ടുണ്ട് മീറ്റർ, ടൈം എന്ന് വെച്ചാൽ സെക്കൻഡ്, പിന്നെ മാസ്, കിലോഗ്രാം, ഇങ്ങനത്തെ കുറച്ച് SI യൂണിറ്റുകളുണ്ട്. പിന്നെ അതിന് നമ്മൾ ഓരോ പ്രതീകങ്ങളായിട്ട് കിലോഗ്രാമിന് kg, നമുക്കറിയാം മീറ്ററിന് M, സെക്കൻഡിന് S. പിന്നെ നമ്മൾ കറണ്ടിന്റെ ഇലക്ട്രിസിറ്റി ഇന്റൻസിറ്റി നമ്മൾ പഠിച്ചെന്താ? എന്താണ്? ആംപെയർ അല്ല, A എന്ന് പറയുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിക്കുക. നെക്സ്റ്റ് നമ്മൾ യൂണിറ്റിൽ വരുമ്പോഴത്തേക്ക് സിമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് പ്രൊഫിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താണ് പ്രൊഫിക്സ്? 10⁻⁴ നമ്മൾ എന്താ ടെട്രാ എന്ന് പറഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള ഹെക്സാ, ബികാജി, എന്ന് പറഞ്ഞിട്ട് പോകും. അതിന്റെ തൊട്ട് താഴെ പറഞ്ഞതൊക്കെയാണ് നാനോ, മൈനസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 1.0 × 10⁻⁻1 എന്ന് പറയുമ്പോൾ നാനോയിലോട്ട് വരും. മൈനസ് മീറ്റർ എന്ന് പറയുമ്പോൾ നാനോമീറ്ററിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് മീറ്ററിന്റെ ഓരോ സെക്ഷനായിട്ട് സിമ്പിൾ പ്രൊഫിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു അവഗാഡ്രോ നിയമം അല്ലെ? അവഗാഡ്രോ സംഖ്യ എന്ന് വെച്ചാൽ എന്താണ്? 6.022 × 10⁻23 ആണ് അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. അതിൽ അവഗാഡ്രോ സംഖ്യ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അതിന്റെ മോളിക്യുലാർ ഫോമിൽ എങ്ങനെയാണ് ഒരു മോളിക്യൂൾസ് ആയ ഓക്സിജൻ ആറ്റത്തിൽ അടങ്ങിയിട്ട് എങ്ങനെയാണ് 1 × 6.022 × 10⁻22 അതിന്റെ ഹാഫ് ആണെങ്കിൽ എങ്ങനെയാണ്? 0.5 × 6.022. അതിന്റെ ഇതാണെങ്കിൽ 1.0 ആണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ 1.0 × 6.022 എന്ന് പറഞ്ഞിട്ട് 10⁻23 അങ്ങനെയാണ് മോളിക്യുലാർ ഫോമിൽ എഴുതുന്നത്. പിന്നെ നമ്മൾ അടുത്ത് പഠിച്ച മാസ് നമ്പർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമ്മൾ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഓരോ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലെ? നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളുണ്ട്. അതിൽ 83 മൂലകങ്ങൾ നാച്ചുറൽ ആയിട്ടും ബാക്കിയുള്ളവർ സയന്റിസ്റ്റുമാരുടെ കണ്ടുപിടുത്ത ഫലമായിട്ട് ന്യൂക്ലിയർ ഫിഷൻസ് മുഖേനയൊക്കെ നമുക്ക് വന്നിട്ടുള്ള മൂലകങ്ങളാണ് പല മൂലകങ്ങളും. അപ്പോൾ അത് പീരിയോഡിക് ടേബിളിൽ കറക്റ്റ് ആയിട്ട് വച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീരിയോഡിക് ടേബിളിലെ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ
1. അപ്പൊ ഇങ്ങനെ ഓരോരോ മൂലകത്തിന് അറ്റോമിക് നമ്പർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മാസ് നമ്പർ, അതായത് മാസ് നമ്പർ എന്ന് വെച്ചാൽ രണ്ട് മൂലകങ്ങൾ, രണ്ട് എലമെന്റ്സ് ചേരുമ്പോൾ എന്താണ് അതിന്റെ മാസ് ആയിട്ട് എന്ന് വെച്ചാൽ രണ്ട് എലമെന്റ്സിന്റെ മാസുകൾ ഒരേപോലെ ഈക്വൽ ആയിരിക്കും. അങ്ങനെ എന്താണ് നമുക്ക് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് മാസ് നമ്പർ എന്ന് പറഞ്ഞ് കണ്ട കൊടുത്തിട്ടുണ്ട്. NH3 എന്ന് വെച്ചാൽ അമോണിയം. അമോണിയം എന്ന് വെച്ചാൽ നൈട്രജന്റെയും ഹൈഡ്രജന്റെ ആറ്റങ്ങൾ ചേർന്ന, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന മാത്രമല്ല, നൈട്രജന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റവും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് അമോണിയം എന്ന് പറയുന്നത്, നൈട്രജനും ഹൈഡ്രജനും. അതേപോലെ ജലം, വാട്ടർ, H2O, അതെങ്ങനെയാ പറയുന്നത്? ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജൻ 1 ആറ്റവും. ഓക്കെ, അപ്പോൾ ഇതില് നമ്മൾ പറയുമ്പോഴത്തേക്ക് NH3 എന്ന് പറയുമ്പോൾ N എന്ന് പറയുമ്പോൾ സോഡിയം അല്ലേ, അമോണിയം. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ 14, അതായത് 14 ആണ് അതിന്റെ അറ്റോമിക് നൈട്രജന്റെ. അത് ഹൈഡ്രജന്റെ എന്താണ് 1 ആണ്. അപ്പോൾ 14 + 3 = 70. അതിനാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം സോഡിയം ക്ലോറൈഡ്, പിന്നെ അതുപോലെ H2O, വെള്ളത്തിന്റെ ഹൈഡ്രജന്റെ ഒരു ആറ്റവും ഓക്സിജന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരുന്നാൽ എന്താണ് നമുക്ക് അതും കണ്ടുപിടിക്കാം അതിന്റെ മാസ് നമ്പർ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ കുറച്ചുകൂടെ പഠിക്കുക. ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള കണക്കുകൾ ഇതിലുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ടെക്സ്റ്റ് ഫുൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത് ചെയ്യുക, എല്ലാവരും നമ്മളിപ്പോൾ അടുത്ത ബാച്ച് ഏപ്രിലോട്ട് കിടക്കുകയാണ്, നിങ്ങളുടെ പുതിയ ബാച്ച്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബറിലോട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു ഫണ്ടമെന്റലായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത കെമിസ്ട്രിയുടെ വേറൊരു തിയറി ക്ലാസ്സുമായിട്ട്, ഓൺലൈൻ ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.